അപ്പനും അമ്മയും വീടും ദാനങ്ങളും വസ്തുസുഖങ്ങളും കർത്താവത്രേ. അപ്പനും അമ്മയും വീടും ദാനങ്ങളും വസ്തുസുഖങ്ങളും കർത്താവത്രേ. പൈതൽ പ്രായം മുതൽ ഇന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. പൈതൽ പ്രായം മുതൽ ഇന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് ഇടപെടുന്നത് സങ്കീർത്തനങ്ങൾ 59:16 വാക്യമാണ്. നമുക്കതൊന്ന് കേൾക്കാം. ഞാനോ നിന്റെ ബലത്തെക്കുറിച്ച് പാടും, അധികാലത്ത് ഞാൻ നിന്റെ ദയയെക്കുറിച്ച് ഘോഷിച്ചാനന്ദിക്കും. കഷ്ടകാലത്ത് നീ എൻ്റെ ഗോപുരവും അഭയസ്ഥാനവുമായിരുന്നു. നമ്മുടെ ദൈവത്തെക്കുറിച്ച് നമുക്ക് എന്തൊക്കെ പാടാനുണ്ടല്ലേ? പാടാനുണ്ട്, പറയാനുണ്ട്, പങ്കുവെക്കാനുണ്ട്, ലോകത്തോട് ഉച്ചത്തിൽ ഘോഷിക്കാനുണ്ട്. ഇവിടെ പറയുകയാണ്, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ബലത്തെക്കുറിച്ച് പാടും. ഓ ഹല്ലേലൂയ. എന്നെ കുഴഞ്ഞ ചേറ്റിൽ നിന്ന് വലിച്ചു കയറ്റി അവൻ്റെ ബലം, ഞാൻ തകർന്നു പോയിടത്ത് നിന്ന് എന്നെ പിടിച്ചു കയറ്റി അവൻ്റെ ബലം, ഞാൻ അതിനെക്കുറിച്ച് പാടും. ആമേൻ. നിങ്ങളുടെ ഒരു പാട്ടായിരിക്കണം എൻ്റെ ദൈവത്തിൻ്റെ ബലം. എൻ്റെ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് ആമേൻ ആർക്കും എന്നെ പിടിച്ച് കൊണ്ടുപോകാൻ പറ്റത്തില്ല. എൻ്റെ ദൈവം ബലവാനാണ്, എൻ്റെ ദൈവം സർവശക്തനാണ്, എൻ്റെ ദൈവം ഉന്നതനാണ്. നിങ്ങൾ പാടണം. ആമേൻ. ഒരു പുതിയ പാട്ട് നിങ്ങളുടെ ഉള്ളത്തിൽ ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ ബലം പറയുകയാണ്, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ബലത്തെക്കുറിച്ച് പാടും. ആമേൻ. ഞാൻ അവൻ്റെ കൃപയെക്കുറിച്ച് പാടും, ഞാൻ അവൻ്റെ കരുണയെക്കുറിച്ച് പാടും. സ്തോത്രം. എന്നിട്ട് അടുത്ത വാക്ക് പറയാണ്, ഞാൻ ഈ പാടാൻ ഏത് സമയമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്? അധികാലത്ത് ഞാൻ നിന്റെ ദയയെക്കുറിച്ച് ഘോഷിച്ചാനന്ദിക്കും. ആമേൻ. സത്യത്തിൽ നമ്മളൊക്കെ ഈ പ്രഭാതത്തിലൊക്കെ എഴുന്നേറ്റ് വരുന്നത് എന്ത് പാടാ, സമയങ്ങൾ എടുത്താണ് പിന്നെ നമ്മളൊന്ന് സ്ട്രോങ് ആയി വരുന്നത്. പക്ഷെ ഈ ദൈവമനുഷ്യൻ പറയുകയാണ്, ഞാൻ രാവിലെ അധികാലത്ത് എഴുന്നേറ്റ് ഘോഷിക്കും, ആനന്ദിക്കും. ഓ, അപ്പോൾ എന്ത് ദൈവവുമായിട്ടുള്ള മനുഷ്യൻ്റെ ബന്ധത്തിൻ്റെ തീവ്രത കണ്ടോ? രാവിലെ എഴുന്നേൽക്കുമ്പോഴേ തുള്ളിച്ചാടി ഘോഷിച്ച് ആനന്ദിച്ച് കർത്താവിനെ കുറിച്ച് പാടുകയാണ്. നമുക്കും പ്രാർത്ഥിക്കാം, നമുക്കത് വേണം. നമ്മൾ പ്രഭാതങ്ങളിലൊക്കെ പലപ്പോഴും എഴുന്നേൽക്കുമ്പോഴൊക്കെ ഒത്തിരി തളർന്ന എഴുന്നേൽക്കും. പക്ഷെ ഇന്നിത് പറയുമ്പോൾ ഓരോ പ്രഭാതവും എനർജറ്റിക്കാണ്, ഭയങ്കര ഊർജ്ജസ്വലതരായി നിങ്ങൾ ഓരോ ദിവസത്തെ എതിരേൽക്കാൻ പോവുകയാണ്. അങ്ങനത്തെ ഒരു ഊർജം ദൈവം നിങ്ങൾക്ക് തരും. അപ്പോൾ ദയയെക്കുറിച്ച് പാടുമ്പോൾ, ബലത്തെക്കുറിച്ച് പാടുമ്പോൾ, അധികാലത്ത് നിന്റെ ദയയെക്കുറിച്ച് ഞാൻ ഘോഷിച്ചാനന്ദിക്കും. ആമേൻ. എൻ്റെ ഘോഷമാണ്, എൻ്റെ ആനന്ദമാണ് നിന്റെ ദയ. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ ദയയെക്കുറിച്ച് ഘോഷിക്കുന്നത് കൊണ്ടും ആനന്ദിക്കുന്നതുകൊണ്ടും എനിക്ക് വലിയൊരു ബെനിഫിറ്റ് ഉണ്ട്. എന്താ ബെനിഫിറ്റ്? അടുത്ത വാക്ക് പറയാണ്, കഷ്ടകാലത്ത് നീ എൻ്റെ ഗോപുരവും അഭയസ്ഥാനവും ആയിരുന്നു. അധികാലത്ത് സ്തുതിക്കുന്നവന് കഷ്ടകാലത്ത് ദൈവം ഗോപുരവും അഭയസ്ഥാനവുമാണ്. ഒരു പ്രശ്നവും ഇല്ലാത്തവർക്ക് സ്തുതിക്കുക. നിന്റെ പ്രശ്നങ്ങളുടെ നടുവിൽ അവൻ നീ സ്തുതിച്ചതെന്തോ അതുപോലെ ഇറങ്ങി വരും. നീ അവൻ്റെ ബലത്തെക്കുറിച്ച് സ്തുതിച്ചെങ്കിൽ അവൻ ബലമായി ഇറങ്ങി വരും. അവനാണ് എൻ്റെ ഗോപുരമെന്ന് പറഞ്ഞ സ്തുതിച്ചെങ്കിൽ അവൻ ഗോപുരമായി ഇറങ്ങി വരും. യെസ്. നിന്റെ നല്ല കാലത്ത്, അധികാലത്ത് ദൈവത്തെ സ്തുതിക്കുക. കഷ്ടകാലത്ത് നീ ആകുലപ്പെട്ട് തകരേണ്ട ആവശ്യപ്പെടുന്നു. നിനക്ക് മറഞ്ഞിരിക്കാം, ഒളിഞ്ഞിരിക്കാം. ആമേൻ. സ്തോത്രം. ഏറ്റവും സുരക്ഷിതമായിരിക്കാം. ഹല്ലേലൂയ. അഭയസ്ഥാനമായിരിക്കാം. ആമേൻ. എനിക്ക് ഈ വചനം നിങ്ങൾക്ക് തരാൻ ഒരാഗ്രഹം.
യെസ്, നിങ്ങളുടെ കഷ്ടകാലത്ത് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളോടെയാണ് കടന്നു പോകുന്നതെങ്കിൽ കർത്താവ് വിടുവിക്കാൻ ഇറങ്ങി വരും, സൗഖ്യമാക്കാൻ ഇറങ്ങി വരും. നിങ്ങൾക്ക് വേണ്ടി തന്നെ ദൈവം ഇറങ്ങി വന്ന് അത്ഭുതങ്ങളെ ചെയ്യും. ഉറപ്പാണ്. നമുക്ക് ഈ ജനത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് രാവിലെ കർത്താവെ ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. അധികാലത്ത് ഞങ്ങൾ കർത്താവ് അങ്ങയെ ഘോഷിക്കുന്നു. ഇന്ന് രാവിലെ കാലം അങ്ങേ ഞങ്ങൾ ഉയർത്തുന്നു, അങ്ങേ ഞങ്ങൾ പുകഴുന്നു. അങ്ങ് ഞങ്ങളുടെ ബലമാകുന്നു, അങ്ങ് ഞങ്ങളുടെ സങ്കേതമാകുന്നു, അങ്ങ് ഞങ്ങളുടെ ഗോപുരമാകുന്നു. നന്ദി പറയുന്നു കർത്താവെ. കർത്താവ് ഞങ്ങളുടെ കഷ്ടകാലങ്ങളിലും അങ്ങ് ഞങ്ങളെ കൈവിടുകയില്ല. അങ്ങ് ഒരു അഭയമാണ് കർത്താവ്, ഒരു ശരണസ്ഥലമാണ് കർത്താവെ. അതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു പിതാവേ. ഇന്ന് കർത്താവെ അങ്ങയുടെ ബലം ഞങ്ങളുടെ ജീവിതങ്ങളിൽ കർത്താവ് നിറഞ്ഞു വരുന്നതിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയും ഓരോ കുടുംബത്തെയും അനുഗ്രഹിക്കുന്നു. അവർക്കങ്ങ് ബലമായി, സങ്കേതമായി, ഗോപുരമായി, അഭയസ്ഥാനമായി ഇന്ന് മുഴുവൻ അങ്ങ് കൂടെയുള്ളതിന് നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്നത്തെ ദിവസത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നിങ്ങളുടെ അധികാലങ്ങളെ സ്തുതിയും ആരാധനയുമാക്കുക. നിങ്ങളുടെ കഷ്ടകാലങ്ങളിൽ അവൻ അടുത്ത തുണയായിരിക്കും. കർത്താവ് ഈ ജനത്തെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നേ, അനുഗ്രഹിക്കുന്നു. ഇന്നത്തെ ദിവസത്തെ ആരോഗ്യത്തോടെയും ബലത്തോടെയും എതിരേൽക്കുവാനുള്ള കൃപ അവർക്ക് പകരുന്നേ. അവർ നിന്റെ ബലത്തെക്കുറിച്ച് പാടട്ടെ, സ്നേഹത്തെക്കുറിച്ച് പാടട്ടെ, അധികാരത്തെക്കുറിച്ച് പാടട്ടെ. അതിനുവേണ്ടി അവരെ ഒരുക്കണമേ. ഞങ്ങൾ കുടുംബമായി ബ്ലസ് ചെയ്യും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് കൂടെയുണ്ട്. ധൈര്യത്തോടെ ഇന്നത്തെ ജീവിതം സന്തോഷമായി പട്ടുപാടി ജീവിക്കുക. ഗോഡ് ബ്ലസ്.